ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ KPCC മെമ്പറായ സർവശ്രീ നമ്മുടെ ധനപാല സാറ് പറയുകയുണ്ടായി ഇത് വികസന മുരടിച്ചയാണെന്ന്. ഈ വികസനം മുരടിച്ചയാണെങ്കിൽ 50 ലക്ഷം രൂപയും 72 ലക്ഷം രൂപ ഇതിന് മുടക്കേണ്ട കാര്യമില്ല. ഞാൻ CPM-ൻ്റെ ഇവിടുത്തെ വെട്ടൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇവിടെ സ്വകാര്യ വ്യക്തികളുടെ ലോറി പോകുന്നു. നമ്മുടെ ഒരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ റോഡിലൂടെ നമുക്ക് എന്തിനാണ് സൈക്കിളും ഓട്ടോറിക്ഷയും പോയാൽ മതിയോ? ആ റോഡിലൂടെ വികസനം വരുമ്പോൾ മൊത്തം വണ്ടികൾക്കും പോകണം. അല്ലാതെ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇവിടെ എന്തോ കോറി നടന്നു, എവിടെയാണ് ഇവിടെ കുറച്ച് കായലും ചെളിയുമാണുള്ളത്. അല്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ തന്നെ നോക്കണം. ഈ നിൽക്കുന്ന പോസ്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ 72 ലക്ഷം രൂപ ഇവിടെ ചിലവാക്കുന്നതുകൊണ്ട് എന്തർത്ഥം? 3-ൻ്റെ അന്ന് ഇത് പൈസ അടച്ച് വരുമ്പോൾ ഇത് മാറ്റി അവിടെ വെക്കണ്ടേ? അപ്പോൾ ഈ റോഡ് വെട്ടിപ്പൊളിക്കൂ. അങ്ങനെ 4 പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റുകൾ വ്യക്തമായി മാറ്റണമെന്നും ഈ പോസ്റ്റുകൾ മാറ്റി ഈടുള്ള റോഡ് നിർമ്മിക്കണമെന്നും ഉള്ളതാണ് നമ്മുടെ ആവശ്യം. കൃത്യമായി ഞാൻ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടവരെ ഞാൻ വിളിച്ചറിയിച്ചു. ഇവിടുത്തെ മെമ്പറുടെ അടുത്ത് ഞാൻ വിളിച്ചറിയിച്ചു. പഞ്ചായത്തിനകത്ത് പൈസ ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വർക്ക് എങ്ങനെയെങ്കിലും മുടക്കി ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ടിലോട്ട് തള്ളിയിട്ട് ഇലക്ഷൻ വരെ കൊണ്ടുപോയി ഇത് ചൂണ്ടിക്കാണിച്ച് കുറച്ച് വോട്ട് പിടിക്കുക. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള നഗ്നമായ സത്യം. കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പ്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത്. ഇവിടെ ഉള്ള എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും സഞ്ചരിക്കണം. ഞാനിത് കൃത്യമായി പറയുന്നു. ഈ റോഡിൽ ഈ 4 പോസ്റ്റ് മാറ്റാനായിട്ട് എൻ്റെ ഒരു അറിവ് കൃത്യമാണെന്ന് അറിഞ്ഞു. ഇവിടെ 50,000 രൂപയാണ് അവരവിടെ നിന്ന് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ 50,000 രൂപ കൊടുത്ത് ഈ 4 പോസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ വീതി ഇപ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക്. ഈ റോഡിലൂടെ 2 ട്രെയിലർ വന്നു കഴിഞ്ഞാലും പാസ് ചെയ്ത് പോകും. ആ റോഡാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ആ വരുന്ന ബുദ്ധിമുട്ട് നോക്കുക. ഇതുവരെ വരും റോഡ്. ഈ റോഡിൻ്റെ മധ്യത്ത് നിൽക്കുന്ന ഈ 1 മീറ്ററോളം അകത്താണ് നിൽക്കുന്നത്. ഇത് മാറ്റി ഇവിടെ സ്ഥാപിക്കണം എന്ന് പറയുന്ന തെറ്റാണെന്ന് തോന്നുന്നത്. ഞാനും ഒരു പൊതുപ്രവർത്തകനാണ്, ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ നിൽക്കുന്ന നിങ്ങൾ തന്നെ നോക്കുക, ആ പോസ്റ്റും 1 മീറ്റർ അകത്തോട്ട് പോകാനുണ്ട്. ഇതേ കണക്ക് അപ്പുറത്തും ഉണ്ട് 2 പോസ്റ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവണം. ഇത് കൃത്യമായി അകത്തോട്ട് മാറ്റി സ്ഥാപിക്കണം. നമുക്ക് ഈ റോഡിൻ്റെ പണി എന്ന് മാറ്റി സ്ഥാപിക്കുന്നു അതിൻ്റെ പിറ്റേന്ന് തൊട്ട് പണി തുടങ്ങണം. നമ്മുടെ തയ്യാറാണ്. അല്ലാതെ ഇതിവിടെ നിർത്തിക്കൊണ്ട് റോഡ് ടാർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ അതിനെ ഉപരോധിക്കും.